പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി ആഗതമായിരിക്കുകയാണ്. വൈകുണ്ഠമാകുന്ന സ്വർഗത്തിൻ്റെ വാതിലുകൾ ഭക്തന്മാർക്ക് വേണ്ടി തുറന്നിടുന്ന പുണ്യദിനമാണിത്. ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ ഭക്തരെ തന്നോടടുപ്പിച്ച് ആലിംഗനം ചെയ്ത് അവരുടെ കഷ്ടതകളെയും വ്യാധികളെയും ദാരിദ്ര്യത്തെയുമെല്ലാം അകറ്റുന്ന ദിനം. സ്വർഗവാതിൽ ഏകാദശി വ്രതമെടുക്കാൻ കഴിയുക എന്നത് ഒരു ഹൈന്ദവ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായൊരു കാര്യം തന്നെയാണ്. 2025 സ്വർഗവാതിൽ ഏകാദശി വരുന്നത് എന്നാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ദശമി, ഏകാദശി, ദ്വാദശി ഇവ ചേർന്നാണ് സ്വർഗവാതിൽ ഏകാദശി വ്രതം കൈക്കൊള്ളേണ്ടത്. ദശമിയിൽ ഒരിക്കലൂണ്, ഏകാദശിയിൽ പൂർണ്ണവ്രതം, ദ്വാദശിയിൽ പാരണവീടൽ എന്നിങ്ങനെയാണ് വേണ്ടത്. കലണ്ടറുകളിൽ സ്വർഗവാതിൽ ഏകാദശി ജനുവരി 10 ആയിട്ടാണ് കാണുന്നത്. മിക്ക അമ്പലങ്ങളിലെയും ഉത്സവ നോട്ടീസുകളിലും 10 സ്വർഗവാതിൽ ഏകാദശി ഉത്സവം. അപ്പോൾ 9 ഒരിക്കലൂണും 10 ഏകാദശി വ്രതവും 11 പുലർച്ചെ പാരണവീടൽ അഥവാ വ്രതം മുറിക്കൽ എന്നിങ്ങനെയാകും പലരും കരുതുന്നത്. പക്ഷേ ഇതിലൊരു മാറ്റമുണ്ട്. ഏകാദശി വ്രതം ഒരു തിഥി വ്രതമാകയാൽ തിഥി ആരംഭിച്ച് തിഥി അവസാനിക്കുന്നത് വരെയാണ് വ്രതം വരിക. അങ്ങനെയാകയാൽ ജനുവരി 8 ബുധനാഴ്ചയാണ് ദശമി. അന്നുച്ചയ്ക്ക് 2:26 തൊട്ട് ദശമി ആരംഭിക്കുന്നു. 9 വ്യാഴാഴ്ച 12:23 വരെ ദശമിയുണ്ട്. അപ്പോൾ ദശമിയിലെ സന്ധ്യാപ്രാർത്ഥന 8 വൈകുന്നേരം വേണം ചെയ്യേണ്ടത്. അന്ന് നെയ് വിളക്കോ എള്ളെണ്ണ വിളക്കോ തെളിയിച്ച് മഹാവിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കണം. 8 ഉച്ച തൊട്ട് മത്സ്യമാംസാദികൾ കഴിക്കരുത്. ശാരീരിക ബന്ധങ്ങൾ ഒന്നും തന്നെ പാടില്ല. 9 12:23 തൊട്ട് ഏകാദശി ആരംഭിക്കുന്നതിനാൽ ഈ സമയത്തിന് മുമ്പ് ഒരിക്കലൂണ് കഴിക്കണം. സാധാരണ ഏകാദശി വ്രതക്കാർ വ്രതസമയത്ത് ഭക്ഷണം കഴിക്കാറില്ല. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഒരു നേരം അരിയാഹാരവും മറ്റു നേരങ്ങളിൽ പഴങ്ങളും ആകാമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. 10 വെള്ളിയാഴ്ച 10:21 വരെയാണ് ഏകാദശി ഉള്ളതെങ്കിലും ദ്വാദശി പുലർച്ചെയാണ് പാരണ വീടേണ്ടത്. ആയതിനാൽ ശനിയാഴ്ച രാവിലെ വ്രതം മുറിക്കുക. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരിക്കലൂണ് പൂർണ്ണവ്രതം എടുത്തവർക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ സ്വർഗവാതിൽ ഏകാദശി വ്രതം ഇത്തവണ ആചരിക്കേണ്ടതിൻ്റെ ഏകദേശ രൂപം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഐതിഹ്യ വ്രതരീതികൾ മനസ്സിലാക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ. ഇത് ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെ പ്രോത്സാഹനം വളരെയേറെ വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഏകാദശി വ്രതത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് കടക്കാം. ഏകാദശികളിൽ പരമപവിത്രമായ സ്ഥാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിക്കുള്ളത്. ധനുമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി എന്നറിയപ്പെടുന്നത്. ധനുമാസ തിരുവാതിരയ്ക്ക് മുമ്പുള്ള ഏകാദശി കൂടിയാണിത്. ഇഹലോക സുഖവും പരലോക സുഖവും ഫലമായി സിദ്ധിക്കും എന്നതാണ് ഈ വ്രതമനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത. ദശമിയിലും ദ്വാദശിയിലും ഒരിക്കലൂണാണ്. ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം എന്നാണ് ആചാര്യമതം. ഭജന, സത്സംഗം, പുണ്യക്ഷേത്ര ദർശനം ഇവ നടത്തി ദ്വാദശി നാൾ പാരണ കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. വെളുത്ത പക്ഷ ഏകാദശിയാണ് ഏറ്റവും ഉത്തമം. എല്ലാ മാസവും കൃഷ്ണശുക്ലപക്ഷങ്ങളിൽ ആചരിക്കപ്പെടുന്നു. ഗൃഹസ്ഥരായിട്ടുള്ളവർക്ക് ശുക്ലപക്ഷ ഏകാദശിയും വാനപ്രസ്ഥർ, വിധവകൾ മുതലായവർക്ക് ഇരുപക്ഷ ഏകാദശിയുമാണ് ആചരിക്കാറുള്ളത്. എല്ലാ നിലയിലുള്ളവർക്കും ഏകാദശി വ്രതാനുഷ്ഠാനം പരമൌഷധമായി തന്നെ വിധിച്ചിട്ടുള്ളതാകുന്നു. സംസാരാഖ്യം മഹാഘോര ദുഃഖിനാം സർവദേഹിനാം ഏകാദശ്യൂപവാസോയം നിർമ്മിതം പരമൌഷധം. ഭഗവാൻ ശ്രീകൃഷ്ണൻ
സഹപാഠിയായിരുന്ന കുചേലനെ കുബേരനാക്കിയ ദിനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി എന്നും ഐതിഹ്യമുണ്ട്. പുരാണ കഥകൾ അനുസരിച്ച് ഏകാദശി ഒരു ദേവിയാണ്. ഏകാദശി ദേവി എന്നറിയപ്പെടുന്നു. ഈ ദേവി വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച ഒരു അസുരനാണ് താലജംഘൻ. അദ്ദേഹത്തിന്റെ മകൻ മുരൻ. ഇരുവരും ചന്ദ്രാവതിപുരിയിലായിരുന്നു താമസം. ഇവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്രന്റെ സ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവനാകട്ടെ അവരെ വിഷ്ണുവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടമുണർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്ന് സുന്ദരിയും അതീവ ശക്തിശാലിനിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു. അന്ന് ഏകാദശി ദിവസം ആയതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു. ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു. വിഷ്ണുവിന് സന്തോഷമായി. എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാകണമെന്നും അത് എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണമെന്നും അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ദേവി ആവശ്യപ്പെട്ടു. വിഷ്ണു അത് സമ്മതിച്ചു. അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത്. വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ടാണ് വിഷ്ണുവിന് മുരാരി എന്ന പേരുണ്ടായത്. ഗുരുവായൂരിൽ സ്വർഗവാതിൽ ഏകാദശി വളരെ വിപുലമായും ഭക്തി നിർഭരമായുമാണ് അനുഷ്ഠിക്കുന്നത്. സ്വർഗവാതിൽ ഏകാദശി ദിവസം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്തുള്ള ഒരു വാതിൽ സ്വർഗവാതിലായി കണക്കാക്കി പ്രത്യേക പൂജകൾ നടത്തിവരുന്നു. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ രാത്രി നടക്കുന്ന ശീവേലിയിൽ ഭഗവാനെ ഇറക്കി എഴുന്നള്ളിക്കുകയും ചെയ്യും. ഈ ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ കയറി മറ്റൊരു നടയിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നത് സ്വർഗത്തിലെത്തിയ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് വിഷാദരോഗം അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനനെ ഉപദേശിച്ചതും ഈ ദിവസത്തിലാണെന്ന് കരുതപ്പെടുന്നു. ആയതിനാൽ സ്വർഗവാതിൽ ഏകാദശി ദിനത്തെ ഗീതാജയന്തി ഉത്സവ ദിനമായും ആഘോഷിക്കുന്നു. ഏകാദശിയുടെ തലേന്ന് ഒരിക്കലൂണ് മാത്രമാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഏകാദശി ദിനം പൂർണ്ണമായി ഉപവാസം അനുഷ്ഠിക്കണം. അതിനു സാധിക്കാത്തവർക്ക് ഒരു നേരം പഴങ്ങൾ മാത്രം കഴിക്കാവുന്നതാണ്. എണ്ണ തേച്ച് കുളി, പകലുറക്കം എന്നിവ പാടില്ല. പ്രഭാത സ്നാനത്തിനു ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അന്ന് മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഏറ്റവും ശ്രേയസ്കരമായിരിക്കും. കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുന്നതും ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നതും ഉത്തമമാകുന്നു. ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം രാവിലെ മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഇതിന് പാരണ വീടുക എന്നാണ് പറയുന്നത്. സ്വർഗവാതിൽ ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയുമുണ്ട്. വിഷ്ണുപ്രീതിയിലൂടെ സായുജ്യം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം. ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ പൂർണ്ണഫലം സുനിശ്ചിതമാണ്. ഹരേ കൃഷ്ണ. ഏവർക്കും മംഗളങ്ങൾ വരട്ടെ.